തീവ്രവാദികളെ പോലും നാണിപ്പിക്കുന്ന കൊലയെന്ന ജെയ്റ്റ്ലിയുടെ പ്രസ്താവന സർക്കാരിനുള്ള മുന്നറിയിപ്പ്. ശ്രീ വി രാജേഷ്, ഇന്ന് കേന്ദ്രമന്ത്രി അരുൺ ജെയ്റ്റ്ലിയുടെ തലസ്ഥാന സന്ദർശനത്തിന്റെ വ്യക്തമായ ഉദ്ദേശ്യം എന്തായിരുന്നു? ശ്രീ അരുൺ ജെയ്റ്റ്ലി ഇന്ന് വൈകുന്നേരം 5 മണി മുതൽ 8 മണി വരെ നടക്കുന്ന ഡിഫൻസ് ഉദ്യോഗസ്ഥന്മാരുടെ ഒരു മീറ്റിംഗ് ഉണ്ട്. അതിലിപ്പോൾ അദ്ദേഹം പങ്കെടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഏകദേശം ആ മീറ്റിംഗ് അവസാനിക്കാറായി കാണും. അതോടൊപ്പം തന്നെ പ്രധാനമായ മറ്റൊരു വസ്തുത, കേരളത്തിൽ കഴിഞ്ഞ കുറേ ദിവസങ്ങളായി നടക്കുന്ന സ്റ്റേറ്റ് സ്പോൺസേഡ് ടെററിസം, ഏകപക്ഷീയമായിട്ടുള്ള ആക്രമണം, അതുമായി ബന്ധപ്പെട്ട് നിരവധി പ്രവർത്തകർ, BJP RSS പ്രവർത്തകർ കൊല്ലപ്പെടുന്നു. ഒരു മുതിർന്ന BJP പ്രവർത്തകർ എന്നുള്ള നിലയ്ക്ക് ആ പ്രവർത്തകരുടെ വീട്ടിൽ പോയിട്ട് വനിതാ കൗൺസിലർമാരുടെ ഉൾപ്പെടെ വീടുകൾ തകർക്കുന്നു. ഇത് കണ്ട് മാനസിക സംഘർഷത്തിൽ നിന്ന് അവരുടെ കുടുംബാംഗങ്ങൾ മോചിതരാകുന്നില്ല. കേരളത്തിൽ ചില സ്ഥലങ്ങളിൽ പ്രതിരോധമുണ്ടാകുന്നു. കേരളത്തിൽ നിരോധനാജ്ഞ പ്രഖ്യാപിച്ചിരിക്കുമ്പോൾ പോലും അക്രമങ്ങൾ നടത്തുന്നു. സർക്കാരിന് പല സ്ഥലങ്ങളിലും സർക്കാർ നോക്കുകുത്തിയാവുന്ന, മെഷീനറി നോക്കുകുത്തിയാവുന്ന ഒരവസ്ഥ വരുന്നു. ഈ സമയത്ത് ഇവിടെ കേരളം സന്ദർശിച്ച് പൊതുസമൂഹത്തോട് കേന്ദ്ര BJP നേതൃത്വത്തിൻ്റെ ഒരു വിലയിരുത്തൽ നൽകുക എന്നുള്ളതായിരുന്നു അദ്ദേഹത്തിൻ്റെ സന്ദർശനത്തിൻ്റെ ഉദ്ദേശം. വളരെ വിജയകരമായിരുന്നു ആ സന്ദർശനം. അതായത് കഴിഞ്ഞ ദിവസം RSS കേന്ദ്ര നേതൃത്വം പറഞ്ഞിരുന്നു കേരളത്തിൽ സർക്കാർ സ്പോൺസേഡ് RSS BJP നശീകരണം നടക്കുന്നുവെന്ന്. പ്രവർത്തന സ്വാതന്ത്ര്യം ഇല്ല, കൊന്നെടുക്കുന്നു, അതിന് സർക്കാരിൻ്റെ പിന്തുണ ഉണ്ട് എന്ന്. അതോടൊപ്പം തന്നെ RSS പറഞ്ഞിരുന്നു കേരളത്തിൽ രാഷ്ട്രപതി ഭരണം ഏർപ്പെടുത്തുന്നതിനെക്കുറിച്ച് കേന്ദ്രം ആലോചിക്കണം എന്ന കാര്യവും. ഇതിന് ബലം നൽകുന്നതാണോ ഇപ്പോൾ RSSന്റെ ഈ പ്രസ്താവനയ്ക്ക് തൊട്ടു പിന്നാലെയാണല്ലോ കേന്ദ്രമന്ത്രിയുടെ തലസ്ഥാന സന്ദർശനം? അതെ, ഞാൻ മനസ്സിലാക്കുന്നത് രണ്ടായിട്ട് തന്നെ കാണണം. കാരണം ശ്രീ അരുൺ ജെയ്റ്റ്ലിജിയുടെ സന്ദർശനം ഒരു നേരത്തെ തന്നെ ആലോചിച്ചിരുന്നതാണ്. RSS കഴിഞ്ഞ ഒരുപാട് കാലങ്ങളായി 1925 മുതൽ ഇന്ത്യയിൽ പ്രവർത്തനം ആരംഭിച്ച് 40-ക്ക് ശേഷം കേരളത്തിൽ പ്രവർത്തനം ആരംഭിച്ചതിന് ശേഷം RSSന് ഏറ്റവും കൂടുതൽ പ്രവർത്തകരുടെ ജീവൻ നഷ്ടപ്പെടേണ്ടി വന്ന, സംഘടനാ പ്രവർത്തന സ്വാതന്ത്ര്യത്തിന് വേണ്ടി ജീവൻ നഷ്ടപ്പെടേണ്ടി വന്ന ഒരു സംസ്ഥാനം കേരളമാണ്. അതെല്ലാം തന്നെ വളരെ ബ്രൂട്ടലായിരുന്നു എല്ലാ മർഡറും. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഈ മാർക്സിസ്റ്റ് പാർട്ടി ഭരണത്തിൽ വരുമ്പോഴേക്കും ഞാൻ നേരത്തെ ഉപയോഗിച്ച വാക്ക് ഞാൻ ആവർത്തിക്കുന്നു, സ്റ്റേറ്റ് സ്പോൺസേഡ് ടെററിസം, അതായത് പോലീസുകാർ തന്നെ അക്രമികൾക്ക് മാർഗം ഒരുക്കി കൊടുക്കുക. അങ്ങനെ വന്നപ്പോഴേക്കും പൊതുസമൂഹത്തിൽ നിന്നും ലഭിച്ച പൾസ്, മാധ്യമപ്രവർത്തകരിൽ നിന്നും ലഭിച്ച ഒരു അഭിപ്രായം, ഇതൊക്കെ കൂടെ കളക്ട് ചെയ്തുകൊണ്ട് RSSന്റെ സഹസർക്കാർ വിഭാഗം ദത്താത്രേയജി പത്രസമ്മേളനം നടത്തിയപ്പോഴേക്കും മാധ്യമപ്രവർത്തകരുടെ ഭാഗത്തുനിന്ന് ഉണ്ടായ ഒരു ചോദ്യത്തിന് ഉത്തരമായി അത്തരം ആവശ്യങ്ങളും ഉയർന്നു വരുന്നു എന്ന് അദ്ദേഹം പറഞ്ഞു. അങ്ങനെയാണ് ഈ അരുൺ ജെയ്റ്റ്ലിയുടെ സന്ദർശനത്തെയും രാഷ്ട്രീയ സ്വയംസേവക സംഘത്തിൻ്റെ പത്രസമ്മേളനത്തിനെയും വിലയിരുത്തേണ്ടത്. അതായത് അരുൺ ജെയ്റ്റ്ലിയുടെ സന്ദർശനം എന്തിനായിരുന്നു എന്ന കാര്യം CPM മാത്രമല്ല മനസ്സിലാക്കിയിട്ടുള്ളത്, കേരള ജനതയ്ക്കൊക്കെ അറിയാവുന്ന കാര്യമാണ്. സർക്കാർ സ്പോൺസേഡ് നശീകരണം നടക്കുന്നു എന്ന കാര്യം ദേശീയ ശ്രദ്ധയിൽ കൊണ്ടുവരണം. RSSന്റെ ആവശ്യമാണെങ്കിൽ ഗവർണർ ഒരു കടലാസ് ഇവിടെ നിന്ന് അയക്കണം. അതിനുള്ള കാര്യങ്ങളും ചികഞ്ഞെടുക്കുവാൻ ഈ കേന്ദ്ര നേതൃത്വത്തിന്റെ, കേന്ദ്രമന്ത്രിമാരുടെ ഇടപെടൽ സഹായകരമാകും. അല്ല, ഗവർണറുമായിട്ട് ബന്ധപ്പെട്ട് RSS ഒന്നും പറഞ്ഞിട്ടില്ലല്ലോ. പൊതുസമൂഹത്തിൽ നിന്നും സമൂഹത്തിൽ പ്രവർത്തിക്കുന്ന ഒരു സംഘടന എന്നുള്ള നിലയ്ക്ക് RSSന് കിട്ടിയ വിവരങ്ങളാണ് പത്രസമ്മേളനത്തിലൂടെ പറഞ്ഞത്. ശ്രീ അരുൺ ജെയ്റ്റ്ലിയുടെ മഞ്ജുഷ വേറൊരു കാര്യമുണ്ട്. അരുൺ ജെയ്റ്റ്ലി BJP നേതാവ് എന്നുള്ള നിലയ്ക്ക് അരുൺ ജെയ്റ്റ്ലി അദ്ദേഹത്തിൻ്റെതായ ദൗത്യം നിർവഹിച്ചതോടൊപ്പം തന്നെ അദ്ദേഹം എല്ലാ സന്ദർശനത്തിന് ശേഷം 4 മണിക്ക് താജ് വിവാന്തിയിൽ നടത്തിയൊരു പത്രസമ്മേളനമുണ്ട്. ആ പത്രസമ്മേളനത്തിൽ ഒരു മാധ്യമപ്രവർത്തക അദ്ദേഹത്തോട് ചോദിച്ചു, അങ്ങയുടെ പാർട്ടി പ്രവർത്തകരോട് തിരിച്ചടിയും പ്രതിരോധവും അവസാനിപ്പിക്കാൻ ആവശ്യപ്പെടുമോ? അദ്ദേഹം എന്ത് മനോഹരമായിട്ട് മറുപടി പറഞ്ഞു. ഞാൻ എല്ലാവരോടും, കേരളത്തിൽ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ പൊട്ടൻഷ്യലുള്ള സംസ്ഥാനങ്ങളിലൊന്നാണ് കേരളം. ആ പൊട്ടൻഷ്യാലിറ്റി നിങ്ങൾക്ക് പ്രയോജനപ്പെടുത്തണമെങ്കിൽ പൊളിറ്റിക്കൽ സ്റ്റെബിലിറ്റി ഉണ്ടാവണം, കാം ആൻഡ് ക്വയറ്റ് അറ്റ്മോസ്ഫിയർ ഉണ്ടാകണം. കേന്ദ്രത്തിൻ്റെ ഭാഗത്തുനിന്ന്, കേന്ദ്ര BJPയുടെ ഭാഗത്തുനിന്ന് എല്ലാ കാര്യങ്ങളും തയ്യാറാണ്. അങ്ങനെയുള്ളൊരു മുറയിൽ ഒന്ന് ബൂസ്റ്റ് ചെയ്യുന്ന തരത്തിൽ മുഴുവൻ കേരള ജനങ്ങളെയും, ഇന്ത്യയിലെ ഏറ്റവും മുതിർന്ന നേതാക്കളിൽ ഒരാളായിട്ടുള്ള അരുൺ ജെയ്റ്റ്ലി ആ ഒരു പോസിറ്റീവ് ആസ്പെക്റ്റിലാണ് ഇന്ന് മുഖ്യമന്ത്രിയുടെ സാന്നിധ്യത്തിൽ നടന്ന സമാധാന ചർച്ചയുടെ വെളിച്ചത്തിൽ ഈ 1 മണിക്കൂർ ഡിസ്കഷൻ കൊണ്ടുപോകണം. പക്ഷേ ഈ സമാധാന ചർച്ച നടക്കുന്ന സമയത്ത് തന്നെയായിരുന്നു അരുൺ ജെയ്റ്റ്ലിയുടെ പ്രസ്താവന. സമാധാന ചർച്ച നടക്കുന്നതിന് മുൻപ്, സർവകക്ഷി യോഗം നടക്കുന്നതിന് മുൻപായിരുന്നു അരുൺ പത്രസമ്മേളനത്തിന് ശേഷം. അതിനു മുൻപ് അദ്ദേഹം പ്രസംഗത്തിൽ പറഞ്ഞിരുന്നുവല്ലോ തീവ്രവാദികളെ പോലും നാണിപ്പിക്കുന്ന അരും കൊല നടക്കുന്നുവെന്ന്. ഇത്തരത്തിലുള്ള പ്രകോപനപരമായ പ്രസംഗങ്ങൾ പ്രതിരോധ മന്ത്രി കൂടിയായ അദ്ദേഹത്തിൽ നിന്നും ഉണ്ടാകുന്നത് ശരിയായ കാര്യമല്ല. ഇന്നൊരു സർവകക്ഷി യോഗത്തിലേക്ക് പോകുന്നതിന് തൊട്ട് മുൻപ് അല്ലല്ല, അത് പ്രകോപനപരമല്ല, റിയാലിറ്റിയാണ്.
ഞാൻ അദ്ദേഹം വന്നപ്പോഴേക്കും ശ്രീ രാജേഷിൻ്റെ കല്ലമ്പള്ളി രാജേഷിൻ്റെ വീട്ടിൽ ശ്രീ ആയിരുന്നു. ആ റൂമിനകത്ത് ഞാനുണ്ടായിരുന്നു. രാജേഷിൻ്റെ ഭാര്യ അദ്ദേഹത്തോട് സംസാരിക്കാൻ തുടങ്ങി 2 വാക്കുകൾ പറഞ്ഞു. അവർ പറഞ്ഞു, ഞാൻ എൻ്റെ വീട്ടുകാര്യം പറഞ്ഞാൽ എനിക്ക് സംഘടനാ പ്രവർത്തനം സംഘത്തിൻ്റെ പ്രവർത്തനം കഴിഞ്ഞതിന് ശേഷം മാത്രം ഞാനത് ചെയ്യാമെന്ന് പറഞ്ഞുകൊണ്ട് അവരെ ഭാര്യയെ വീട്ടുകാര്യങ്ങൾ ഏൽപ്പിച്ചിട്ട് പോകുന്ന പ്രവർത്തനം പറഞ്ഞു തുടങ്ങിയപ്പോഴേക്കും അവർ പൊട്ടിക്കരയുകയാണ്. ഉടൻ തന്നെ അമ്മ പറഞ്ഞു 88 വെട്ട എൻ്റെ മകൻ്റെ ശരീരത്തിൽ വെട്ടി. ഇത് പൈശാചികമായ ഒന്ന് തന്നെയാണ്. പക്ഷേ ഇന്നത്തെ ദിവസം ഈ സർവകക്ഷി സമാധാന യോഗം നടക്കുന്ന ഇതേ ദിവസം താങ്കൾ പറഞ്ഞ വാർത്താ സമ്മേളനത്തിൽ അദ്ദേഹം സംയമനം പാലിച്ചുവെന്ന് അരുൺ ജെയ്റ്റ്ലി അങ്ങ് പറഞ്ഞ പ്രസംഗം നടത്തുന്നത് രാജേഷിൻ്റെ അമ്മയുടെയും ഭാര്യയുടെയും ഈ വാക്കുകൾ കേട്ടിട്ട് നേരെ വേദിയിലേക്കാണ് പോകുന്നത്. സ്വാഭാവികമായിട്ടും ഒരു പച്ചയായ മനുഷ്യൻ എന്നുള്ള നിലയ്ക്ക് അദ്ദേഹം ആ പ്രതികരണമാണ് അദ്ദേഹം നടത്തിയത്. അതിനുശേഷം പൊതുസമൂഹത്തോടും മാധ്യമപ്രവർത്തകരോടും പറയേണ്ട കാര്യങ്ങൾ വളരെ ഗൗരവമായിട്ട് ഒരുപക്ഷെ ഇന്ന് നടന്ന സർവകക്ഷി യോഗത്തിൽ കുമ്മനം രാജശേഖരേട്ടനും ഒ രാജഗോപാൽ MLA പങ്കെടുത്ത ആ സർവകക്ഷി യോഗത്തിൽ ഉണ്ടായ സ്പിരിറ്റിനെ ബൂസ്റ്റ് ചെയ്യുന്ന തരത്തിലായിരുന്നു അദ്ദേഹം. BJPയും RSSും ഉന്നയിക്കുന്ന കാര്യം കമ്മ്യൂണിസ്റ്റ് താലിബാൻ അറ്റാക്ക് നടക്കുന്നുവെന്നാണ്. അതായത് ഇരയെ തെരഞ്ഞു പിടിച്ച് ആസൂത്രണം ചെയ്ത് കൊലപ്പെടുത്തുന്നു എന്നാണ്. ഇതിന് വളം വെച്ച് കൊടുക്കുന്നത് നിങ്ങളുമാണല്ലോ. ഇങ്ങനെയൊരു ആരോപണത്തിന് സർക്കാർ നിങ്ങളുടേതാണ്. നിങ്ങൾ ഭരിക്കുന്ന സമയത്താണ്, LDF ഭരിക്കുന്ന സമയത്താണ് ഇങ്ങനെയുള്ള കൊലപാതകങ്ങൾ നടക്കുന്നത് എന്ന് ദേശീയ ശ്രദ്ധയിൽ കൊണ്ടുവരുവാൻ BJPയും RSSും ശ്രമിക്കുമ്പോൾ അതിന് നിന്നു കൊടുക്കുന്നതും നിങ്ങൾ തന്നെയാണ്. അരും കൊലയാണ് നടന്നത് എന്ന് അരുൺ ജെയ്റ്റ്ലി ഇന്ന് പറയുന്നതും അതേ കാരണങ്ങൾ കൊണ്ട് തന്നെയാണ്. പാർലമെന്റിൽ ഇതേക്കുറിച്ച് ബഹളമുണ്ടായല്ലോ. BJP MPമാർ കേന്ദ്ര ആഭ്യന്തരമന്ത്രിയെ കണ്ടു. കേരളത്തിൽ RSSന് പ്രവർത്തന സ്വാതന്ത്ര്യം ഇല്ല എന്ന് വരുത്തി തീർക്കാൻ അവർ ശ്രമിക്കുമ്പോൾ CPM മറുതന്ത്രങ്ങളാണല്ലോ ഇന്ന് പയറ്റിയത്. ഇന്ന് രാജ്ഭവന് മുന്നിൽ രക്തസാക്ഷികളെ ബന്ധുക്കളെ അണിനിരത്തുന്നു, അക്രമത്തിൽ പരിക്കേറ്റ ആളുകളെ കൊണ്ടുവരുന്നു. അതേസമയം തന്നെ കോടിയേരി ബാലകൃഷ്ണൻ പ്രകോപനപരമായ പ്രസംഗങ്ങളിൽ ഏർപ്പെടുന്നു. തിരിച്ചടിക്കുവാൻ തന്നെയുള്ള നീക്കങ്ങളാണ് ഇന്ന് കണ്ടത് സർവകക്ഷി സമാധാന യോഗം ചേരുന്ന ഇതേ ദിവസം. അതൊക്കെ മിസ്ലീഡിംഗ് ആണ്. എവിടെയാണ് തിരിച്ചടിക്കാനുള്ള നീക്കം നടന്നത്? അങ്ങനെ ആരാഹ്വാനം ചെയ്തത്? അതൊക്കെ തെറ്റായ പ്രസ്താവനകളാണ്. ശ്രീ മഞ്ജുഷ അത് പിൻവലിക്കുമെന്ന് ഞാൻ കരുതുന്നു. ഇവിടെ ശ്രീ രാജേഷ് പറഞ്ഞ ചില കാര്യങ്ങളോട് പ്രതികരിക്കേണ്ടതുണ്ട്. അദ്ദേഹം ആവർത്തിച്ച് പറഞ്ഞൊരു കാര്യം സ്റ്റേറ്റ് സ്പോൺസേഡ് എന്നാണ്. ഞങ്ങളുടെ ഗവൺമെൻറ് അധികാരത്തിൽ വന്നതിന് ശേഷം എങ്ങനെയാണ് സ്റ്റേറ്റ് സ്പോൺസേഡ് ടെററിസ്റ്റ് ആവുന്നത്? ഗവൺമെൻറ്റിൻ്റെ നിലപാട് വളരെ വ്യക്തമാണ്. രാഷ്ട്രീയ സംഘർഷങ്ങൾ, ദൗർഭാഗ്യകരമായ സംഭവങ്ങൾ എല്ലാ ഭാഗത്തു നിന്നും പലപ്പോഴുമായി ഉണ്ടായിട്ടുണ്ട്. അതെല്ലാം ഈ കേരളം ഒഴിവാക്കേണ്ടത് തന്നെയാണ്. അതിലൊന്നും സംശയമില്ല. ഈ സ്റ്റേറ്റിൻ്റെ ഭരിക്കുന്ന ഗവൺമെൻറ് നയിക്കുന്ന പാർട്ടിയുടെ ഇത് സംബന്ധിച്ചുള്ള നിലപാടെന്താണ്? ഞാൻ ഒരൊറ്റ മെസ്സേജ് മതിയല്ലോ. നിങ്ങൾ നോക്കൂ, ഇവിടെ തിരുവനന്തപുരത്ത് BJPയുടെ സംസ്ഥാന കമ്മിറ്റി ഓഫീസ് ആക്രമിച്ചു. ദൗർഭാഗ്യകരമായ സംഭവമാണ്. അതിൽ CPMന്റെ ഉത്തരവാദിത്തപ്പെട്ടവർ ബന്ധപ്പെട്ടു എന്ന് മനസ്സിലാക്കിയപ്പോൾ തന്നെ അവരെ പാർട്ടി തള്ളി പറഞ്ഞു. ആദ്യം സമ്മതിച്ചില്ല, നിങ്ങൾ കൈയൊഴിയുന്നു, CCTV ദൃശ്യങ്ങൾ. ഞാൻ എൻ്റെ മഞ്ജുഷേ അതേ ഉള്ളൂ. അല്ല, മഞ്ജുഷ എന്നെ പറയാൻ അനുവദിക്കണം. ഞാൻ വളരെ ക്ഷമയോടുകൂടി കേട്ടിരുന്ന ഒരാളാണ്. അപ്പോൾ അതിനെക്കുറിച്ചുള്ള തർക്കമല്ലല്ലോ. ഗവൺമെൻറ്റിൻ്റെ നിലപാടാണ് ഞാൻ പറഞ്ഞത്. ഞാൻ പറഞ്ഞത് ശ്രീ രാജേഷ് പറഞ്ഞതിനോടുള്ള മറുപടിയാണ്. രാജേഷ് പറഞ്ഞു സർക്കാരിൻ്റെ ആറ്റിറ്റ്യൂഡാണ് ഞാൻ വിശദീകരിക്കുന്നത്. ഞാനത് വിശദീകരിക്കാൻ ബാധ്യസ്ഥനാണ്, അതുകൊണ്ട് പറയുകയാണ്. നിങ്ങൾ നോക്കൂ, അത് തടയാൻ ശ്രമിച്ച പോലീസുകാരനെ റിവാർഡ് ചെയ്യുകയും അതിനെ നോക്കി നിന്ന പോലീസുകാരെ പുറത്താക്കുകയും ചെയ്തു. എന്താ ഗവൺമെൻറ് നിലപാട്? എന്താ അതുകൊണ്ട് ഗവൺമെൻറ് കൊടുക്കുന്ന മെസ്സേജ്? ഇപ്പോൾ രാജേഷിൻ്റെ വിഷയത്തിൽ മണിക്കൂറുകൾക്കകം പ്രതികളെ അറസ്റ്റ് ചെയ്തു. ആ പ്രതികളെ അറസ്റ്റ് ചെയ്ത പോലീസുകാർക്ക് റിവാർഡ് കൊടുത്തു. എന്താ ഗവൺമെൻറ് ആറ്റിറ്റ്യൂഡ്? എന്താ ഗവൺമെൻറ് മെസ്സേജ്? ഈ പ്രവർത്തനത്തിൽ പങ്കെടുത്ത CPIMൻ്റെ പ്രവർത്തകരെ CPIM സസ്പെൻഡ് ചെയ്തു, അവർക്കെതിരെ സംഘടനാ നടപടി സ്വീകരിച്ചു. എന്താ ഈ പാർട്ടിയുടെ ആറ്റിറ്റ്യൂഡ്? ഞങ്ങൾക്ക് ഈ സംഭവങ്ങളോട്, ഇത്തരം ദൗർഭാഗ്യകരമായ സംഭവങ്ങളോട് ഈ പാർട്ടിക്കും സർക്കാരിനുമുള്ള ആറ്റിറ്റ്യൂഡ് ഇതാണ്. പിന്നെ എങ്ങനെയാണ് സ്റ്റേറ്റ് സ്പോൺസേഡ് ടെററിസം എന്ന് ശരിയാവുക? ശ്രീ രാജേഷ് പറഞ്ഞു കേരളത്തിലാണ് ഏറ്റവും അധികം RSSകാർ കൊല്ലപ്പെട്ടത് എന്ന്. കേരളത്തിലാണ് RSSകാർ കീഴടക്കാൻ കിണഞ്ഞു പരിശ്രമിച്ചിട്ട് നടക്കാതെ പോയത് എന്നാണ് പറയേണ്ടത്. നിങ്ങൾ നോക്കൂ, കേരളം ഈ സംഭവം എന്തിനുള്ള നീക്കാണ്? RSS നാഗ്പൂരിലെ ഇച്ഛയ്ക്കനുസരിച്ച് പ്രവർത്തിക്കുന്ന അരുൺ ജെയ്റ്റ്ലി ഇവിടെ വന്നു. അദ്ദേഹം കേട്ടില്ല എങ്കിൽ അദ്ദേഹത്തിൻ്റെ കസേര തെറിക്കും. അദ്ദേഹം വന്നു. എന്തിനാണ് വരുന്നത്? ശ്രീ മഞ്ജുഷേ, ഇത് മനസ്സിലാക്കേണ്ടത് CPMനോടുള്ള യുദ്ധപ്രഖ്യാപനമായി ആരും ഇത് കാണണ്ട. മഞ്ജുഷിൻ്റെ അവതരണം കണ്ടാൽ CPMും അവരും തമ്മിൽ അങ്ങനെ കാണണ്ട. കേരളം കീഴടക്കാൻ പഠിച്ച പണി 18 നോക്കിയിട്ട് 19ാമത്തെ അടവ് ഇവർ പയറ്റുകയാണ്. കേരളം കീഴടക്കാൻ ഇതുവരെ ഇവർക്ക് ആയിട്ടില്ല. ആ കീഴടക്കാത്തതിൻ്റെ നേട്ടമുണ്ട്. എന്താ നേട്ടം?
ഇപ്പോൾ ഏറ്റവും ഒടുവിൽ നരേന്ദ്രമോദി അധികാരത്തിൽ വന്നതിന് ശേഷം ഇന്ത്യയിൽ പുറത്തു വന്ന കണക്കത്രയെന്നറിയോ? ലിഞ്ചിങ് എന്നാണല്ലോ ഇപ്പോൾ പറയുക. ആൾക്കൂട്ടം തല്ലിക്കൊല്ലുന്നതിനെ ലിഞ്ചിങ് എന്ന പദം കൊണ്ടാണ് ഇപ്പോൾ ഉപയോഗിക്കുക. ആ ലിഞ്ചിങ് എത്ര നടത്തുമെന്ന് അറിയാമോ? ഇന്നത്തെ ദിവസങ്ങളിൽ കേട്ട് കഴിഞ്ഞതാണ്. രണ്ടുപേർക്കും കണക്കില്ല. കണക്കുകൾ വേണ്ട. കണക്കുകൾ തൽക്കാലം നമുക്ക് മാറ്റിവെക്കാം. സമാധാന നീക്കങ്ങൾ നടക്കുന്ന സമയമാണ്. കണക്കുകൾ തൽക്കാലം മാറ്റിവെക്കാൻ ദയവായി സഹകരിക്കുക. അങ്ങോട്ടും ഇങ്ങോട്ടും കണക്കുകൾ പറയുന്നില്ല. കണക്കുകൾ പറയുന്നില്ല അങ്ങോട്ടും ഇങ്ങോട്ടും. അല്ലല്ല അത് ശരി, ഒരു കണക്കും വേണ്ട. ശ്രീ ജ്യോതികുമാർ ചാമക്കാല ഇന്ന് ശരി ഇന്നത്തെ സമാധാന യോഗം ശരി സർവകക്ഷി യോഗം കഴിഞ്ഞതിന് ശേഷം കേരളത്തിൽ നടന്ന കാര്യങ്ങളല്ല ഞാൻ പറഞ്ഞത്. സർവകക്ഷി സമാധാന യോഗത്തിന് ശേഷം മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞ കാര്യം ഇന്ത്യയിൽ റഹീമ ഞാൻ വിടുകയാണ് ആ കാര്യം. ഞാൻ ജ്യോതികുമാറിലേക്ക് പോവുകയാണ്. ശ്രീ ജ്യോതികുമാർ ചാമക്കാല, സർവകക്ഷി സമാധാന യോഗത്തിന് ശേഷം മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞത് കേരളത്തിൽ മുഴുവൻ സംഘർഷമാണ് എന്ന് വരുത്തി തീർക്കുവാനുള്ള ഈ ശ്രമം നടക്കുന്നത് ഇതിനെ സർവകക്ഷി യോഗം അപലപിച്ചു എന്നാണ്. UDFന്റെ പൂർണ്ണ പിന്തുണ മുഖ്യമന്ത്രി പറഞ്ഞ ഈ വാക്കുകൾക്കുണ്ടോ? മനുഷ്യ അത് പറയുമ്പോൾ അതിന് മുമ്പ് കുറച്ച് കാര്യങ്ങൾ നമ്മൾ ചർച്ച ചെയ്യണം. നമ്മളിപ്പോൾ നേരെ വന്ന് ഇതിലേക്ക് കടന്നു. ശരിയാണ്, 27-ാം തീയതി തിരുവനന്തപുരം നഗരത്തിലൊരു സംഘർഷം ഉണ്ടായി. കുറേ കാര്യങ്ങളുണ്ട്, അതൊക്കെ പോട്ടെ. 28-ാം തീയതി രാത്രിയിൽ ഒരു കൊലപാതകം നടക്കുന്നു. 29-ാം തീയതി ഗവർണർ മുഖ്യമന്ത്രിയെ വിളിച്ച് സമൻ ചെയ്തു എന്ന് പറയുന്നു. ആഭ്യന്തരമന്ത്രി ഇടപെടുന്നു. എല്ലാം കഴിഞ്ഞു. പ്രതികളെ പിടിച്ചു എന്ന് പറയുന്നു. എല്ലാം കഴിഞ്ഞു. ഇപ്പോൾ അതിനുശേഷം തൊട്ടടുത്ത ദിവസം തന്നെ മുഖ്യമന്ത്രിയെ ഗവർണർ വിളിച്ചതിന് തൊട്ടടുത്ത ദിവസം തന്നെ RSSൻ്റെ നേതാക്കന്മാരുമായും കുമ്മനവുമായും BJP പ്രസിഡന്റുമായി ചർച്ച നടത്താമെന്ന് മുഖ്യമന്ത്രി തന്നെ പറയുന്നു. മുഖ്യമന്ത്രി ചർച്ച നടത്തി. ഇതെല്ലാം കഴിഞ്ഞ് അവിടെ വെച്ച് അവസാനിച്ചു എന്ന് പറയുന്നു. ആ ചർച്ച നടക്കുന്നിടത്തേക്ക് ചെന്നാൽ മാധ്യമപ്രവർത്തകരെ ഉൾപ്പെടെ ആട്ടിപ്പാടിച്ചു. അതൊക്കെ പോട്ടെ. അതെല്ലാം കഴിഞ്ഞ ശേഷം ഞങ്ങൾ സമാധാനത്തിലേക്ക് പോകുമെന്ന് പറഞ്ഞ് കൈ കൊടുത്ത് പിരിഞ്ഞു. ജില്ലാതലങ്ങളിൽ യോഗങ്ങൾ ചേർന്നു. തിരുവനന്തപുരത്ത് ജില്ലാതലത്തിൽ യോഗം ചേർന്നു. BJPയുടെയും CPMൻ്റെയും നേതാക്കളെല്ലാം പങ്കെടുത്തു. ഇന്നലെ കണ്ണൂരിൽ യോഗം ചേർന്നു. ഇന്ന് സർവകക്ഷി യോഗം വെച്ചിരിക്കുന്നു. അതിന് ഒരു പ്രസക്തിയുമില്ല എന്ന് ഞങ്ങൾ നേരത്തെ പറഞ്ഞാണെങ്കിൽ പോലും ഇന്ന് സർവകക്ഷി യോഗം വെച്ചിരിക്കുന്നു. ഇവർ തമ്മിലുള്ള പ്രശ്നം ഉഭയകക്ഷി പ്രശ്നമാണ്. ആ പ്രശ്നം ഇവർ പരസ്പരം പറഞ്ഞു തീർത്തു എന്ന് പറഞ്ഞതിന് ശേഷവും ഈ സർവകക്ഷി യോഗത്തിന് തൊട്ട് മുമ്പിൽ എന്തിനാണ് ഇത്രയും പ്രകോപനപരമായി BJPയുടെ കേന്ദ്ര നേതാക്കൾ മന്ത്രിസഭയിലെ കേന്ദ്ര മന്ത്രിസഭയിലെ രണ്ടാമനുൾപ്പെടെ ഇവിടെ വന്ന് ഇത്തരത്തിൽ പ്രകോപനം ഉണ്ടാകുന്നു. മറുഭാഗത്ത് നിന്ന് സംസ്ഥാന സെക്രട്ടറി CPMൻ്റെ സംസ്ഥാന സെക്രട്ടറിയുടെ ഭാഗത്ത് ഒരു പ്രകോപനപരമായ സംസാരവും ഉണ്ടായിട്ടില്ല. നമ്മളെല്ലാം കണ്ടതല്ലേ, രാജ്ഭവന്റെ മുമ്പിൽ പ്രകടനം നടക്കുന്നു, അവിടെ പ്രതിഷേധം നടക്കുന്നു. രാജ്ഭവന്റെ മുമ്പിൽ ഞാൻ രണ്ടുപേരുടെയും കുറ്റമുണ്ട്. ഒന്ന് ഇതിനകത്ത് പറയാനുള്ളത്, ഒന്ന് BJPയെ സംബന്ധിച്ച് ഇത്രയും ഉന്നതനായ ഒരു നേതാവ് ഈ അവസരത്തിൽ ഇവിടെ വന്നതെന്ന് ഒഴിവാക്കാമായിരുന്നു. ഈ പ്രശ്നം പരിഹരിക്കാനാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ അതിനെ രാഷ്ട്രീയവൽക്കരിക്കാനാണ് അവർ ശ്രമിക്കുന്നത്. പ്രകോപനമെന്ന കേന്ദ്രമന്ത്രിമാർ വരുന്നത് ഇവിടെ വർഗീയ ലഹളകൾക്ക് ആഹ്വാനം ചെയ്യാനാണെന്നുള്ള പ്രസ്താവന വരെ നടത്തിയിരുന്നു ഇന്ന് കോടിയേരി ബാലകൃഷ്ണൻ. ഒന്നത്. രണ്ട്, തിരിച്ച് ഇന്നിപ്പോൾ ഈ ബന്ധുക്കളെ, അവരുടെ രക്തസാക്ഷികളുടെ ബന്ധുക്കളെ അവിടെ കൊണ്ടുവെക്കുന്നതിന് പകരമായിട്ട് അവരിപ്പോൾ ഭരണത്തിലിരിക്കുകയല്ലേ. അവരുടെ രക്തസാക്ഷികളുടെ കുടുംബങ്ങൾക്ക് നീതി നൽകാൻ അവരുടെ സർക്കാർ കഴിയില്ലേ? ന്യായമായി അതിന് കിട്ടേണ്ട നീതി അവരല്ലേ ഉറപ്പാക്കേണ്ടത്. അപ്പോൾ ഇവർ രണ്ടുപേരും ഇവിടെ ഒരു കൂട്ടർ ഭൂരിപക്ഷ വർഗീയതയും മറ്റൊരു കൂട്ടർ ന്യൂനപക്ഷ വർഗീയതയും മുതലെടുത്തുകൊണ്ട് ഇവിടെ രാഷ്ട്രീയം കളിക്കുകയാണ്. ഇവിടെ ഇതല്ല ആവശ്യം. ഇവിടെ ഈ സമൂഹത്തിന് ആവശ്യം സമാധാനമാണ്. സർവകക്ഷി യോഗത്തിൽ രമേശ് ചെന്നിത്തല പങ്കെടുത്തുവല്ലോ. മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞ അതേ നിലപാട് തന്നെയാണോ രമേശ് ചെന്നിത്തലയ്ക്കും ഉണ്ടായിരുന്നത്? സർവകക്ഷി യോഗത്തിൽ ഞങ്ങൾക്ക് ഇവിടെ സമാധാനം വേണമെന്നുള്ളത് തന്നെയാണ് ഞങ്ങളുടെ നിലപാട്. ഈ കുപ്രചരണം നടക്കുന്നു എന്ന നിലപാടാണോ? കുപ്രചരണം നടത്തുന്നു എന്ന് പറയുമ്പോൾ BJPയും RSSും കുപ്രചരണം എന്നാണ്. അതിനോട് യോജിക്കുകയാണോ? BJPയും RSSും അവരുടെ രാഷ്ട്രീയ മുതലെടുപ്പിന് ശ്രമിക്കുന്നു എന്ന കാര്യത്തിൽ ഞങ്ങളെ അടിയുറച്ചു നിൽക്കുന്നു. പക്ഷേ ഞങ്ങൾക്ക് ഇവിടെ ആവശ്യം, കേരളീയർക്ക് ആവശ്യം, സാധാരണക്കാർക്ക് ആവശ്യം ഇവിടെ സമാധാനമാണ്. അത് നടപ്പാക്കുന്ന കാര്യത്തിൽ കുപ്രചാരണമാണെങ്കിൽ സമാധാനമുണ്ടല്ലോ. ഇപ്പോൾ BJPയും RSSും കുപ്രചാരണം നടത്തുന്നു എന്ന് പറയുമ്പോൾ അത് ദേശീയ തലത്തിൽ കുപ്രചരണം പറഞ്ഞത് ഇവിടുത്തെ ലോ ആൻഡ് ഓർഡർ സിറ്റുവേഷനെ കുറിച്ച് മാത്രമല്ല, ഇതുമായി ബന്ധപ്പെട്ട് വരുന്ന വിഷയങ്ങളെ സംബന്ധിച്ച് അവർ നിങ്ങളിപ്പോൾ പറഞ്ഞല്ലോ, ഇപ്പം മഞ്ജുഷു കാണിച്ചൊരു പേഷ്യൻസി പോലെ ഇവർ കാണിക്കുന്നില്ല. കാരണം അവർ കണക്കുകളിലേക്ക് കിടക്കുകയാണ്. അപ്പോൾ ഇവിടെ ഇത് അവസാനിപ്പിക്കാനുള്ള ശ്രമം, ഇത് ആളിക്കത്തിക്കാനും നിലനിർത്താനുമാണ് അവരുടെ ശ്രമം. അത് അവസാനിപ്പിക്കണം. അത്തരം കാര്യങ്ങളെ സംബന്ധിച്ച് ഇത്തരം കുപ്രചരണങ്ങളും പ്രചരണങ്ങളും ഒരാൾ പറയുന്ന മറ്റൊരാൾ അംഗീകരിക്കുന്നില്ലല്ലോ. ഒരാൾ പറയുന്ന കണക്ക് മറ്റേ ഒരിക്കലും അംഗീകരിച്ചു കൊടുക്കുന്നില്ല, മറ്റേ പറയുന്നത് ഇയാളും അംഗീകരിക്കുന്നില്ല. അപ്പോൾ അതെല്ലാം ഇതിലേതെങ്കിലും ഒന്ന് കുപ്രചരണമാണല്ലോ. അപ്പോൾ അത്തരത്തിൽ കുപ്രചരണങ്ങൾ കൊണ്ടുവന്ന് ഈ വിഷയങ്ങളെ ലൈവാക്കി നിർത്തേണ്ടത് CPM. അങ്ങനെയല്ല, മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞത് അങ്ങനെയല്ല. കേരളത്തിൽ സംഘർഷം നടക്കുന്നു എന്ന രീതിയിലുള്ള കുപ്രചരണം എന്നാണ്. അതിനെതിരെ സർവകക്ഷി യോഗത്തിൽ
അഭിപ്രായമുണ്ടായി എന്നാണ്. ആ അഭിപ്രായ പ്രകടനം UDF-നും ഉണ്ടോ എന്നാണ്. മഞ്ജുഷ അങ്ങനെ ഒരു കാര്യം പറയുമ്പോൾ നമ്മൾ കുറച്ചുകൂടെ വരുന്നത് ഇവിടെ ഇപ്പോൾ ദേശീയ മാധ്യമങ്ങൾ ഉൾപ്പെടെ ഇവിടെ കേരളത്തിലെ സമാധാന അന്തരീക്ഷം തകർന്നിരിക്കുന്നു. ഇവിടെ വലിയ പ്രശ്നങ്ങളാണ്. കുറേ വാക്കുകൾ തന്നെ കേന്ദ്ര ഇത് കില്ലിംഗ് ഫീൽഡാണ്, അല്ലെങ്കിൽ റെഡ് ടെററാണ്, അല്ലെങ്കിൽ ടെറർ ലാൻഡാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ദേശീയ മാധ്യമങ്ങൾ ആഘോഷിക്കുകയാണ്. ഇവിടെ ഇതിനെ ഞാൻ ചോദിക്കുന്നത്, ഇത് ദൗർഭാഗ്യകരമായ ഒരു സംഭവമാണ് ഉണ്ടായത്. ഒരു കൊലപാതകം ഉണ്ടായിരിക്കും, ദൗർഭാഗ്യകരമായ സംഭവമാണ്. പക്ഷേ ഇതിന് മുമ്പ് ഇവിടെ സീരീസ് ഓഫ് മർഡേഴ്സ് ഉണ്ടായിട്ടുണ്ട്. അന്നൊന്നും ഇത്രയും വലിയ ഒരു ദിവസം രാവിലെ ഒരു BJP-യുടെ ഒരാൾ കൊള്ളുന്ന, വൈകുന്നേരം CPM-ന്റെ കൊള്ളുന്നുണ്ട്, തിരിച്ച് പിറ്റേന്ന് രാവിലെ വീണ്ടും സംഭവിച്ചിട്ടുണ്ട്. സീരീസ് ഓഫ് മർഡേഴ്സ് ഉണ്ടായപ്പോൾ പോലും ഇത്രയും വലിയ ഒരു ദേശീയ നേതൃത്വത്തിൽ നിന്ന് ആളുകൾ വരികയും ഇവിടെ ഒരു പ്രശ്നവും ഉണ്ടായിട്ടില്ല. ഇവിടെ ഇപ്പോൾ ഒരു അസ്വാഭാവികമായി നടക്കാൻ പാടില്ലാത്തത് CPM-ന്റെ ഭാഗത്ത് നടന്നിരിക്കുന്നു. അത് നടക്കാൻ ഒരിക്കലും പാടില്ല. CPM ആയാലും BJP ആയാലും കോൺഗ്രസ് ആയാലും ഒരാളെ പോലും കൊല്ലാൻ പാടില്ല. രാഷ്ട്രീയ ആക്രമണങ്ങൾ ഒഴിവാക്കേണ്ടത് തന്നെയാണ്. ഇവിടെ ഉണ്ടായ വിഷയത്തിൻ്റെ പേരിൽ ഇല്ലാത്ത വിഷയങ്ങൾ ഊതിപ്പെരുപ്പി